3 കളിയിൽ 2 കളി യൂട്യൂബ് ചാനലിൽ വരുന്നു ജയിച്ച കിച്ചി മുന്നിട്ട് 1-0 വീട്ടിൽ നിൽക്കുക. ഇനി 2 ദിവസത്തെ മാച്ച് കൂടി സീരീസിൽ അവസാനിക്കുന്നു. അത് മാത്രമേ ഇടുള്ളൂ. ഇവൻ തോക്കണേ ഞാൻ ഇടൂല. എന്നിട്ട് ഇതിലെ ഇന്നത്തെ ദിവസമാണ് നിർണായക മാച്ച്. ഇതിൽ 3 കളിയിൽ 2 മാച്ച് ആര് ജയിക്കുന്നോ അത് ഞാനാ ജയിക്കുന്നെങ്കിൽ പിന്നെ ഒരു ദിവസം കൂടി കളി നീങ്ങും. അതേസമയം കിച്ചിയാ ജയിക്കുന്നെങ്കിൽ കിച്ചി ഈ ടൂർണമെന്റിൽ വിജയമായിട്ട് പ്രഖ്യാപിച്ച് ചെലവിലെ ലൈഫ് ലോങ് ആജീവനാന്ത പ്രോ ആയിട്ട് പ്രഖ്യാപിക്കുന്നു. പിന്നെ മാറ്റി പറയില്ല. ഫൈസൽ മൂസ, അൻഷദിയ, ശ്രീഹരി SP, വിട്ടാസ് എന്നെ ഞാൻ എങ്ങനെ കാണിക്കൂലേ? പെസ്സിന്റെ അംഗം കുറിക്കാനായിട്ട് 2 പേരും ഒരുങ്ങിയിരിക്കുന്നു. ഇത് കിച്ചി മാർട്ടിനും സഫാനുമാണ് ഇവിടെ ഏറ്റുമുട്ടുന്നത്. ഇത്തവണത്തെ പരമ്പരയിൽ ജയിക്കുന്നവൾ പെസ്സിന്റെ രാജാവാണ് എന്ന് അറിയിക്കുകയാണ്. മാച്ചുകൾ തുടങ്ങാൻ ഏതാനും നിമിഷങ്ങൾ മാത്രം. ഇതാ സഫാനും കിച്ചിമോനും ഏറ്റുമുട്ടുകയാണ്. ഈ പരമ്പരയിൽ ജയിക്കുന്നവർക്ക് ചിലവിന്റെ പെസ്സിന്റെ കിരീടം നൽകുമെന്ന് അറിയിച്ചുകൊള്ളുന്നു. മാച്ച് സ്റ്റാർട്ടായിരിക്കുന്നു. ഇതാ കാണികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഗായ്സ്, അപ്പോ ഒരു ഗോൾ അടിച്ചുകൊണ്ട് കിച്ചിമോൻ ഇതാ 1-0. സഫാൻ എന്തെങ്കിലും പറയാണ്ടോ? സഫാൻ തിരിച്ചു വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഇതാ 1-0. ഇതാ സഫാന്റെ കളികളാണ്. ഇതാ ഒരു അടിപൊളി കളിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വമ്പിച്ച മുന്നേറ്റം. ഇപ്പോൾ തന്നെ ഗോളടിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സഫാൻ ഇതാ ഗോൾ പോസ്റ്റിലേക്ക്. അയ്യോ, കിച്ചിമോനൈനെ തടങ്ങിലിട്ടു. ഇതാണ് ഇതാ അയവാച്ചൻ എന്താണ് പറയാനുള്ളത് ഇതിനെ കുറിച്ച്? ജയിക്കുന്നവർ ജയിക്കും, തോക്കുന്നവർ ഇതാ പരമ്പരയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കളിക്ക് ശേഷം പൊട്ടിക്കാൻ വേണ്ടി 2 ഗുണ്ടുകൾ മേടിച്ചു വെച്ചേക്കുന്നുണ്ട്. തോക്കുന്ന ആളുടെ അണ്ണാക്കിലിട്ട് പൊട്ടിക്കുകയാണ് ഇവിടെ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട്. എടാ നമ്മുടെ ലാമ്പയുടെ ലാമ്പന്റെ മുഖല്ല. ഇതാണ് ഗായ്സ് ലാമ്പ്. ഈ ലാമ്പ് തന്നെ ഉറക്കെ പൊട്ടിക്കുമെന്ന്. ഒത്തിരി വേണ്ട, അത് പൊട്ടും. ഇതാണ് ഇപ്പൊ നമുക്ക് അടുത്തുള്ള ഫോണിൽ എന്താ നടക്കുന്നത് നോക്കാം. ഗായ്സ്, ഇതാ കിച്ചിയുടെ മുന്നേറ്റം. കിച്ചിയുടെ മുന്നേറ്റമാണോ? എനിക്കൊന്നും കാണാൻ പറ്റില്ല. ഇതാ കിച്ചിയുടെ മുന്നേറ്റം. ഇതാ ഒരു ത്രൂ കൊടുത്തു. ഇത് ലോങ് ത്രൂ ആയിരിക്കുന്നു. ഗായ്സ്, ഗോൾ ഗോൾ. അതൊരു മുന്നേറ്റമായിരുന്നു ഗായ്സ്. പക്ഷേ സഫാൻ ഇതിലൊന്നും പതറിക്കഴിഞ്ഞാ പോയി. ഗുണ്ട് വായിലിട്ട് പൊട്ടിക്കും. കോർണറാണ്. ഇതാ അടുത്ത ഒരു മുന്നേറ്റം. സമയം ഏതാനും 18 മിനിറ്റുകൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി സഫാന്റെ മുന്നിൽ വെറും ഒരു ഗോൾഡൻ ചാൻസ്. ഗോൾ അടിക്കുമോ? ഗോൾ! ഇതാ 1-1. ഒരു വെല്ലുവിളിയായി സഫാൻ. ഇതാ എപ്പോഴും തോൽവികൾ മാത്രമേ പേപ്പറൊക്കെ എടുത്തോണ്ടേക്കാ. ഇതാ ഗുണ്ട് പൊട്ടിക്കാനുള്ള പേപ്പറുകൾ സംഭാവന ചെയ്തുകൊണ്ട് അൻഷാദ്. ഇതാ എന്നെ കൊണ്ട് ശല്യമാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അൻഷാദ്. ഇതാ ഗുണ്ടുകൾ പൊട്ടിക്കാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം 1-1. സഫാന്റെ മുന്നേറ്റം. ഒരു കോർണർ. സഫാൻ എടുക്കുന്നു കോർണർ. ഇതാണ് സഫാന്റെ മുന്നേറ്റം. 2-1. ഇതാ കിച്ചിമോൻ എന്താ ചെയ്യണ്ടേന്ന് അറിയത്തില്ല. ഇതാ 2-1. പോയിന്റ് നില 2-1. ഗായ്സ്, ഇപ്പോൾ 2-1 കടന്നിരിക്കുകയാണ്. സഫാന്റെ ഒരു പൊട്ടിച്ചാലോ? എടാ നിക്ക് തോക്കട്ടെ, ആരെങ്കിലും തോക്കട്ടെ. എടാ അത് ഞാൻ പൊട്ടത്തിനെ കാണിച്ചടാ. കിച്ചിമോൻ 2-2. സഫാന്റെ മോന്ത കാണുക. 2-2. ഇതാണ് ചിലവിലെ ഏറ്റവും
അടിയന്തരാവസ്ഥ അല്ലല്ലോ, നിലവിലെ തന്നെ നിലച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് സഫാൻ. 2 ഗോളുകൾ വഴങ്ങിയിരിക്കുന്നു. എന്തും സംഭവിക്കാം ഗൈസ്. ഒരു പ്രത്യേക അറിയിപ്പുണ്ട്, ഇന്ന് ചെലവിലെ പള്ളിപ്പെരുന്നാളാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം അത് കാണാൻ പോവാൻ. അയവാച്ച ഇരിക്കട്ടെ. അയ്യേ എന്ന് പറഞ്ഞുകൊണ്ട് ആ കളി എന്തോ അത്രയും മോശമായ ഒരു കളി ആയതുകൊണ്ടാണ് അതിന് അയ്യേ എന്ന് പറഞ്ഞു. ഗൈസ് ഗുണ്ടുകൾ പിന്നെയും നമ്മളെ മാടി വിളിക്കുകയാണ്. ഗൈസ് 3-2 സഫാൻ. പിന്നെ സഫാന്റെ മോന്തയിലേക്ക് ഫോക്കസ് കൊടുത്തിരിക്കുകയാണ്. അത് 3-2. ഈ കളി ആര് ജയിക്കും? സഫാൻ രണ്ടുപേരും ജയിക്കും. വാവ്, എടാ അയവാച്ചൻ 2 പേരും ജയിക്കും. അത് വലിയൊരു അയവാച്ചനെ ഫോക്കസ് ചെയ്താൽ മോന്ത അല്ലെ ഇത് കാണിക്കുകയാണ്. 2 പേര് ഈ കളി ജയിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. അതിന്റെ അർത്ഥം എന്നാന്ന് മനസ്സിലായില്ല. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? കണ്ടോ, അതാണ് പുള്ളിക്ക് പറയാനുള്ളത്. എടാ അത് പറയാനുള്ള സംഭവല്ലേ. പോരാട്ടത്തിൽ പറഞ്ഞോ, കിച്ചിയോട് അടിച്ചാൽ ഇതാ കിച്ചിമോൻ 1 അടിച്ചാൽ മറുതായിട്ട് 2 അടിക്കുമെന്ന് സഫാൻ പറഞ്ഞുകൊണ്ട്, പെഗല്ല ഗോളാണ് അടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സഫാന്റെ മുന്നേറ്റം. അടുത്ത സഫാന്റെ ഒരു മുന്നേറ്റം. മികച്ച ത്രൂ, ഒരു പാസിലേക്ക് കലാശിക്കും. ഒരു ത്രൂ പാസ് ഗോളാവുമോ എന്ന് കണ്ടറിയാം. ഒരു ത്രൂ ഗൈസ്, പോസ്റ്റിലേക്ക് അടിക്കുകയാണ്. ഓ അടിച്ചോ ഫാറെ ഗൈസ്, അതൊരു ഗോളിൽ കലാശിച്ചിട്ടില്ല. ശ്വാസം അടക്കിപ്പിച്ച് ഗൈസ് 52-ാം മിനിറ്റിലേക്ക് കളി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എത്ര ഗോള് എത്ര? 3-3 ഗോൾ നില ആയിരിക്കുകയാണ്. ഇതാ കളിക്കളത്തിലേക്ക് കാണികൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് കളികൾ സന്ദർശിക്കാനായിട്ട്. തോക്കുന്നവന്റെ ഗൈസ് ഇപ്പോൾ എന്താണ് നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. പൊട്ടത്തരം കാണിച്ചു എന്നാണ് സഫാൻ പറയുന്നത്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നതെന്ന് നമ്മൾ കളി കാണാത്തതുകൊണ്ട് നമുക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ ഗായ്സ്, എന്തും സംഭവിക്കാം. 3 കളി പരമ്പരയാണ് കേട്ടോ. ഇതിപ്പോ ആദ്യത്തെ കളിയാണ്. 3-3 ആര് ജയിക്കുമെന്ന് ആർക്കും പ്രവചിക്കാനാകാത്ത ഒരു കളി തന്നെയാണ് ഈ കളി എന്ന് അറിയിച്ചുകൊള്ളുന്നു. കിച്ചി 4 അടിച്ചേക്കുവാണ്. 4-3 ഇഞ്ചോടിഞ്ച് പോരാട്ടം. 4-4 സഫാൻ അടുത്ത ഗോൾ നേടിയിരിക്കുന്നു. ഇതാ കിച്ചിമോനിലേക്ക് നമ്മൾ എത്തിക്കുകയാണ്. ഇതാ ഒരു ആദ്യത്തെ പരമ്പര 4-4 8 ഗോൾ. ആദ്യത്തെ പരമ്പരയിൽ 8 ഗോൾ. അങ്ങോട്ടും ഇങ്ങോട്ടും 4-4 സഫാന്റെ മുന്നേറ്റം. ഗോളാകുമോ എന്ന് പ്രതീക്ഷിക്കാം. ഗോളായില്ല ഗായ്സ്. ഇതാണ് ആർക്കും പ്രവചിക്കാൻ പറ്റാത്ത ഒരു കളിയായി ഇതിനെ മാറിയിരിക്കുകയാണ്. പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അളിയെ നിങ്ങളിങ്ങനെ മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല. ഞാൻ നിൽക്കാൻ പറയാ, പുള്ളിക്കൊന്ന് പറയാ. ഇതാ കിച്ചിയുടെ ആരാധകനാണ് പുള്ളി എന്ന് അറിയിച്ചു കൊള്ളുന്നു അല്ലെ. സഫാന വലിയ വിഷമമുണ്ടോ? എനിക്കിവിടെ നിലവിൽ സപ്പോർട്ട് കുറവാണ്. നിനക്കിന് സപ്പോർട്ട് കുറവാണ്. നിനക്ക് വേണ്ടി 2 ഗോൾ മേടിച്ചു വെച്ചേക്കുന്നു. നിന്റെ അടുത്ത് ഇതാ സഫാന്റെ ആരാധകനാണ് ഫൈസൽ എന്നറിഞ്ഞപ്പോൾ സഫാന് വിഷമം ഉണ്ടായിരിക്കുന്നു. ഇതാ കിച്ചിയുടെ ആരാധകനാണ് ഫൈസൽ എന്ന് അറിഞ്ഞപ്പോൾ സഫാന് വിഷമമായിരിക്കുന്നു. എല്ലാവർക്കും തെറ്റ് പറ്റും. ആ തെറ്റിലൂടെ മനുഷ്യർ നന്നാവുന്നു അറിയിച്ചു.
ഓ സഫാന്റെ മുന്നേറ്റം അതൊരു പാഴ് മുന്നേറ്റമായിരിക്കുന്നു. ഇതാ സമയം പോകുന്നില്ല. ഇതാ നമ്മുടെ എന്താണ് ഇതാ ഒരു കോർണർ സഫാൻ അടിക്കുകയാണ്. ഗോളാവുമോ? ഓ ഒരു മിസ്സായിരിക്കുകയാണ്. കുഴപ്പമില്ല, അടുത്തതിൽ ഗോളാക്കാമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഫസ്റ്റ് റൗണ്ട് തന്നെ 4-4. ഇതാ കളി ഒരു ആവേശത്തിലേക്ക് അതിന്റെ അപ്പുറം സീരിയസിലേക്ക് മാറിയിരിക്കുകയാണ്. 2 മിസ്റ്റേക്ക് ഒറ്റയടിക്കാണ്. എന്തും സംഭവിക്കാം. ആര് ജയിക്കും ആര് തോക്കുമെന്ന് ആർക്കും പറയാമല്ലോ. ഓ 88 മിനിറ്റിലേക്ക് കളി മാറിയിരിക്കുകയാണ്. 2 മിനിറ്റ് എക്സ്ട്രാ ടൈം കിട്ടിയിരിക്കുകയാണ്. എന്തും സംഭവിക്കാം. ഇതൊരു സമനില. ഇതാ ആദ്യത്തെ റൗണ്ട് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. ഇനിയാണോ എക്സ്ട്രാ ടൈം പെനാൽറ്റി ഗായ്സ്? അപ്പോ എന്തായാലും പെനാൽറ്റി ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോ അതും കൂടെ കഴിഞ്ഞ് നമുക്ക് തീരുമാനിക്കാം. അപ്പോ ഇത് എക്സ്ട്രാ ടൈമിലേക്ക് കടന്നിരിക്കുകയാണ്. എക്സ്ട്രാ ടൈം എത്ര മിനിറ്റടാ? 2 മിനിറ്റ്. 20 മിനിറ്റോ? ഓ അത് ഭയങ്കര ആളായി. ഫോൺ ഫുള്ളായി. ഇനി ഡിഫൻസിലേക്ക് കടക്കാനാണ് തീരുമാനം. ഇതാ ഗോൾ അടിച്ചു. എടാ ഗോൾ അടിച്ചടാ സഫാൻ. ഇതാ 5 ഗോൾ അടിച്ചുകൊണ്ട് ഇതാ 5. ഇപ്പൊ എത്ര സഫാനെ? 5-4. കിച്ചി ഇല്ല അളിയാ, നല്ല പടമാന്ന് പറഞ്ഞു. ഭയങ്കര റിവ്യൂസ് ഒക്കെ ഈ കളിയുടെ ഇടയ്ക്ക് നിങ്ങൾക്ക് സർവമായി പറയണല്ലേ. ഇതാ ഗൈസ് 5-4. അപ്പൊ പെനാൽറ്റി ഇനി വരുമെങ്കിൽ കളി തീരാൻ വേണ്ടി സഫാൻ ഇതാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. 5-4. ഇനി ഒരു ഗോൾ അടിച്ചാൽ മാത്രമേ കിച്ചി മോനെ ഇനി പെനാൽറ്റിയിലേക്ക് എന്തും സംഭവിക്കാം. ഗായ്സ് കളി തീർന്നിരിക്കുകയാണ്. അപ്പൊ അതേ ആദ്യത്തെ പരമ്പര അതേ സഫാൻ ജയിച്ചേക്കുവാണ്. അല്ല ആദ്യത്തെ കളി ആദ്യത്തെ കളി പരമ്പരയിൽ ഒരു കളി. ആദ്യത്തെ കളി